ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭർത്താക്കന്മാർ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പൊതുവേ ഈ ഭാര്യമാരിൽ കാണുന്നൊരു പ്രശ്നമാണ്, ഇപ്പം ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചൊക്കെ വരുന്ന സമയത്ത് എല്ലാ പരാതികളും പറയാം. ആ ബില്ല് വന്നിട്ടുണ്ട്, ഈ ബില്ല് വന്നിട്ടുണ്ട്, ഇതിന് പൈസ കൊടുക്കാണ്ട്, അല്ലെങ്കിൽ നിങ്ങളെന്ത് എങ്ങനെ എടുക്കാഞ്ഞു, ഫോൺ എടുക്കാഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒട്ടും ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അവർ വളരെ ഹെക്റ്റിക്കായിട്ട് ഒരു വർക്കൊക്കെ കഴിഞ്ഞ് ബിസി ഒരു ഡേ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നുണ്ടാവുക. ആ സമയത്ത് ഇങ്ങനെ പരാതി പറയാതിരിക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് അത് അവർ ഒന്നും കൂടെയും വളരെ ഡിസ്റ്റർബ്ഡ് ആക്കാനുള്ളൊരു വഴിയാവുക ഉണ്ടാവുക. അപ്പം പരാതി പറയാതിരിക്കുക എപ്പോഴും. അതിന് പകരം നിങ്ങൾ ഒരു കൂളായിട്ടിരിക്കുന്ന ഹസ്ബൻഡ്, വളരെ കൂളായിട്ടിരിക്കുന്ന കാമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് പോയിട്ട് കാര്യങ്ങൾ പറയുക. അതൊരു പരാതി രൂപേണ പറയാതെ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് മാത്രമേ നിങ്ങൾ പറയാം. അതൊരു പരാതി പോലെ പറയുമ്പോഴാണ് അത് ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനായിട്ട് സുഹൃത്താവാൻ ശ്രമിക്കുക. ഒരു സുഹൃത്താവുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാം കിട്ടും അല്ലേ. നമ്മൾ ഒരു ഭാര്യ എന്നുള്ളൊരു ടാഗ് നമ്മൾ അതിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോഴാണ് അതിന് വളരെ കണ്ടീഷൻസ് വരുന്നത്. അവിടെ ഒരു ഫ്രണ്ടായിട്ട് നമുക്ക് എന്തും ഓപ്പണായിട്ട് തുറന്ന് പറയാൻ, അല്ലെങ്കിൽ നമ്മളുടെ എന്ത് കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളുടെ എന്ത് പ്രശ്നത്തിലും കൂടെ നിൽക്കാനൊരു ഫ്രണ്ട്, ഒരു സുഹൃത്ത് എന്നുള്ളൊരു കൺസെപ്റ്റിലൂടെ നിങ്ങൾ കാണുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പം ട്രൈ ടു ബി എ ഫ്രണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട് ആവാൻ ശ്രമിക്കുക. പിന്നത്തെ ഒരു കാര്യം, വളരെ ഈഗോ കാണിക്കാതെ കോംപ്ലക്സ് പിടിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ അവൻ വരട്ടെ അല്ലെങ്കിൽ അവൾ വരട്ടെ എന്നുള്ളൊരു തോട്ടില്ലാതെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് സംസാരിച്ച് ഓപ്പണായിട്ട് കാര്യങ്ങളെ ഷെയർ ചെയ്യുക. അല്ലാത്ത പക്ഷം ഈഗോ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തെ വീണ്ടും അത് ഊതി വീർപ്പിക്കല്ലാതെ ആ പ്രശ്നത്തിനെ നമുക്ക് കളയാൻ കഴിയില്ല. അപ്പോൾ കഴിയുന്ന കാര്യങ്ങൾ തുറന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക, ഈ ഈഗോ കോംപ്ലക്സ് ഒക്കെ പിടിച്ചിരിക്കാതെ. പിന്നെ അതൊരു കാര്യമാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കണം. പണ്ടത്തെ കാലഘട്ടത്തിൽ അത് ഇത്ര ഇല്ലായിരുന്നു. ഇക്വാലിറ്റി എന്നൊരു പറഞ്ഞൊരു കാര്യം ശരിയാണ്, അത് വേണം. രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമുക്ക് ഈക്വൽ ആയിരിക്കണം. പക്ഷെ അത് ഒരു തരം വളരെ അതിനെ ഒരു മുതലെടുക്കുന്നത് പോലെ ആവരുത്. ഞാൻ 2 പ്ലേറ്റ് കഴുകിയല്ലോ, ഇനി നിങ്ങളും 2 പ്ലേറ്റ് കഴുകുക. അങ്ങനെ ഒരു ഭയങ്കര അറോഗൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ആ ഇക്വാലിറ്റിയെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാതിരിക്കുക. നമ്മളുടെ ഒരു ഇക്വാലിറ്റി എന്ന് പറയുമ്പം നിങ്ങൾക്ക് പറയാം, ഒന്ന് കഴുകി തരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ അത് അവർ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ കൊണ്ടുവരിക. അല്ലാത്ത പക്ഷം ഭയങ്കര അറോഗൻ്റ് ആയിട്ട് നിങ്ങൾ പറയുമ്പം അതും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനൊരു കോറലുണ്ടാക്കാൻ പോകുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഭർത്താക്കന്മാരിപ്പം എന്തെങ്കിലും എവിടേക്കെങ്കിലും പോവാന്ന് വിചാരിക്കുക. അപ്പോഴൊക്കെയാണ് നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ആരാ വിളിച്ച്, എന്തിനാ വിളിച്ച്, അങ്ങനെ അതിനൊക്കെ ഉള്ളൊരു ഏറ്റവും വലിയ ഉത്തരമാണ് സംശയരോഗം എന്ന് പറയുക അല്ലെ. സംശയം ഉണ്ടായിരിക്കും, ഒരു വിശ്വാസമില്ലാത്ത കാര്യം. റിലേഷൻഷിപ്പിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ട്രസ്റ്റ്, വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, അതൊരു വിശ്വാസമില്ലായ്മയും ഒരു സംശയമായിട്ട് തോന്നും. അപ്പം അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. എപ്പോഴും ഇങ്ങനെ ബാക്കിൽ നടന്ന് കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് ആ ആൾക്ക് തോന്നരുത് എന്നെ സംശയമാണ്, ആ സംശയമുണ്ട് എന്നവർക്ക് തോന്നാത്ത വിധത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. പിന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഹൈജീൻ ആവുക എന്നുള്ളത്. റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഹൈജീൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സുമായിട്ടൊക്കെ നിൽക്കുന്നത് ആർക്കും, നമുക്ക് സ്മെല്ലോ അല്ലെങ്കിൽ ഹൈജീൻ ഇല്ലാത്ത, വൃത്തിയില്ലാത്ത, കുളിക്കാത്തവരൊന്നും നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പം ഹൈജീൻ ആയിരിക്കുക. പിന്നത്തെ ഒരു കാര്യം, ഇങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നോക്കുക അയാൾ വലിയ കാറൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഒരു വീട് എടുത്തു എന്ന് പറഞ്ഞ് വളരെ കമ്പയർ ചെയ്യാതിരിക്കുക. എന്താ നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റാതെ എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. അതും ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ട്, ഇപ്പം ഭർത്താവ് ഭയങ്കര സീരിയസ്, ഭാര്യ ഭയങ്കര സീരിയസ്, അവർ രണ്ടാളും വേണ്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു, പിന്നീട് അവർ തിരിഞ്ഞു പോകുന്നു. അതിന് പകരം കുറച്ചും കൂടെ എൻജോയബിൾ ആയിട്ട് കുറച്ച് ഹ്യൂമറൊക്കെ പറഞ്ഞ്, തമാശകളൊക്കെ പറഞ്ഞ് വളരെ കൂളായിട്ട് ലൈഫിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. വളരെ എൻ്റർടൈനിങ് ആക്കാൻ നോക്കുക. അല്ലാത്ത പക്ഷം വളരെ സീരിയസ് ആയിട്ട് എന്നാൽ സീരിയസ് ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ, അങ്ങനെ കുറയ്ക്കണം എന്നല്ല, എന്നാൽ വളരെ കടുപ്പം പിടിക്കാതിരിക്കുക. ജീവിതത്തെ വളരെ ലളിതമായിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ പാഷനായിട്ട് അല്ലെങ്കിൽ വളരെ ലവബിൾ പേഴ്സൺ ആവുക. നിങ്ങൾ ഒരിക്കലും ഏതൊരു ഭർത്താവും അല്ലെങ്കിൽ ഏതൊരു ഭാര്യയും വളരെ ലവിങ് പേഴ്സൺ ആണ് നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ഒരു മടുപ്പും ഒരു ബോറും അടിക്കില്ല. അപ്പം വളരെ ലവബിൾ ആയിട്ട്, വളരെ പാഷനേറ്റ്ലി ആയിട്ടുള്ളൊരു ലവ് നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പരാതി പറയാതെ, അല്ലെങ്കിൽ ഇപ്പോഴും കമ്പയർ ചെയ്യാതെ, എപ്പോഴും സംശയ രൂപേണ ബാക്കിൽ നടക്കാതെ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കഴിയുന്നതും അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ, നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.